ഒരു സ്ത്രീയുടെ പ്രതിഷേധവുമായി ഇവിടെ എത്തിയിട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഒരു വാർത്താ സമ്മേളനം നടത്താൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ആയിരിക്കുകയാണ്. ഈ അപകടവുമായി ബന്ധപ്പെട്ട സ്ത്രീയാണോ? അല്ല കളക്ടറേറ്റിൽ പരാതി നൽകാനെത്തിയതാണ്. ആ പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മന്ത്രിമാരെ കണ്ടപ്പോൾ അവരോട് സംസാരിക്കും, പിന്നീട് അതിന് തീരുമാനം ഉണ്ടാകാതെ മടങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിമാർ വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെ ഇപ്പോൾ അത് തടയുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല, അപകടവുമായി ബന്ധപ്പെട്ടല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏതായാലും വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുന്നു. 14 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബത്തിന്, 2 ലക്ഷം രൂപ പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ, അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണം. ഈ 4 കാര്യങ്ങളിലെയും സുപ്രധാനമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നാളെ പൂരം ഏതെല്ലാം രീതിയിൽ നടത്തണം സംബന്ധിച്ച് ദേവസ്വങ്ങളുമായി ചർച്ച നടത്തി ഒരു സമവായത്തിലെത്തിയ ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കൂ. നാളെ 10:30 ദേവസ്വങ്ങളുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഉൾപ്പെടെ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ 10:30 യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഇരു ദേവസ്വങ്ങളുടെ അഭിപ്രായങ്ങൾ ആരായും ഏതെല്ലാം രീതിയിൽ ഈ തൃശ്ശൂർ പൂരം നമുക്ക് നടത്താൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇപ്പോൾ ആ സ്ത്രീ അവിടെ പ്രതിഷേധമായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് മന്ത്രിമാരുടെ വാർത്താ സമ്മേളനം ഇപ്പോഴും വൈകുന്നത്. അവരുടെ വ്യക്തിപരമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറെ കാണാനെത്തിയതാണ്. സ്വാഭാവികമായും മന്ത്രിമാരെ കണ്ടപ്പോൾ ആ മന്ത്രിമാരുടെ അടുത്ത് വിഷയം അവതരിപ്പിക്കുകയും പക്ഷേ ഇതിന് ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോഴും അവർ അതിൽ ഒരു നിലപാടിൽ മാറ്റമില്ലാതെ നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ അവിടെ പ്രതിഷേധിക്കുന്ന യുവതിക്ക് ഈ വെടിക്കെട്ട് അപകടവുമായി നേരിട്ട് ഒരു ബന്ധവുമില്ല. അത് അവരുടെ മറ്റെന്തോ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരെ കാണാൻ വന്നതാണ് അല്ലേ? കളക്ടറേറ്റിൽ വന്നതാണ്. അതെ അരുൺകുമാർ, ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയമല്ല. അവരുടെ വീട്ടിലേക്ക് ഒരു മരത്തിൽ നിന്ന് ചക്ക വീഴുന്നതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയം, അതുമായി ഒരു പരാതിയുമായി കളക്ടറേറ്റിൽ എത്തിയതാണ്. പക്ഷെ മന്ത്രിമാർ ഇവിടെ അടിയന്തരമായ ക്യാബിനറ്റ് യോഗത്തിൽ എത്തിച്ചേർന്നായിരുന്നു. ആ സമയത്താണ് മന്ത്രിമാർ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞ് പുറത്തു കടന്നപ്പോഴാണ് മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ളവരെ കാണുന്നത്. പക്ഷെ അവർ ഇപ്പോഴും പിൻവാങ്ങുന്നില്ല. അതുകൊണ്ടാണ് വാർത്താ സമ്മേളനം വൈകുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, വലിയ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ക്യാബിനറ്റ് എടുത്തിരിക്കുന്നത്. 14 ലക്ഷം രൂപ അടിയന്തരമായ സഹായം മരിച്ചവരുടെ കുടുംബത്തിന്, 2 ലക്ഷം രൂപയുടെ 2 ലക്ഷം രൂപ പരിക്കേറ്റവരുടെ കുടുംബത്തിന് സൗജന്യ ചികിത്സ, അതോടൊപ്പം ജുഡീഷ്യൽ അന്വേഷണം. എത്രയും പെട്ടെന്ന് എടുക്കാൻ കഴിയാവുന്ന ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നു. എന്നാൽ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോകണമെങ്കിൽ അത് നാളെ വിവിധ ഇരു ദേവസ്വങ്ങളെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിലേക്ക് അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് ദേവസ്വങ്ങളെ മുകളിലേക്ക് എടുത്തുകൊണ്ട് ദേവസ്വങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് മാത്രമേ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പോകൂ. എന്നാൽ ദേവസ്വങ്ങൾ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമായും വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നടത്താൻ സാധ്യമല്ലാത്ത സ്ഥിതിയുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും പൊതുജനങ്ങളിലെ വികാരം മാനിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഇരു ദേവസ്വങ്ങളും വ്യക്തമാക്കിയത്. ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. സമവായത്തിലൂടെ ചർച്ച ചെയ്ത് തൃശ്ശൂർ പൂരം എങ്ങനെ മുന്നോട്ട് പോകണം. അതായത് 24-ാം തീയതി സാമ്പിൾ വെടിക്കെട്ട് ഇപ്പോൾ നടക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. പക്ഷേ 25-ാം തീയതിയിൽ പൂര വിളംബരവും അതോടൊപ്പം 26-ാം തീയതി 27-ാം തീയതി നടക്കുന്ന തൃശ്ശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ ഏതെല്ലാം രീതിയിൽ നടത്തണമെന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനം നാളെ മാത്രമേ ഉണ്ടാകൂ. നാളെ ദേവസ്വങ്ങളുടെ യോഗം 10:30 ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂർ കളക്ടറേറ്റിൽ മറ്റൊരു ആവശ്യത്തിന്റെ പരാതിയുമായിട്ടാണ് എത്തിയത്. വീട്ടിലെ എന്തോ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് എത്തിയത്. ആ യുവതിയോട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്താണ് അവരുടെ പ്രശ്നം, എന്താണ് അത്? ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് അഡ്രസ് ചെയ്യാമല്ലോ. എന്താ ചക്ക വീഴുന്നതോ? വീട്ടിൽ ചക്ക വീഴുന്നത് സംബന്ധിച്ചുള്ളൊരു പ്രശ്നമാണോ? ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ അതവിടെ റവന്യൂ അധികാരികളോ പഞ്ചായത്ത് അധികാരികളോ അല്ലേ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്? ഇപ്പോൾ ചക്ക ഇടാൻ പറ്റൂലല്ലോ ഇവിടെ ഇരുന്ന്. രണ്ടുപേര് ചായ കുടിക്കുക. മന്ത്രിമാർ ആ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. അവർ ആ യുവതി വാർത്താ സമ്മേളനം നടത്താനെത്തിയ മന്ത്രിമാരുടെ മുന്നിലേക്കാണ് ഒരു ചക്ക വിഷയവുമായിട്ടൊരു യുവതി എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവം എന്നറിയില്ല. അവിടുന്ന് ജേസൺ പറഞ്ഞതനുസരിച്ച് അവരുടെ വീട്ടിലെ എന്തോ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ അവരുടെ SHOയെ വിളിക്കുന്നുണ്ട് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. വലിയ ഒരു ദുരന്തത്തിൻ്റെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം ആ ദുരന്തത്തിന് ശേഷം മാധ്യമങ്ങളെ വിവരമറിയിക്കാനായിട്ട് മന്ത്രിസഭയിലെ അംഗങ്ങൾ എത്തിയപ്പോഴാണ് ഒരു യുവതി ഇപ്പോൾ സ്വകാര്യമായ ഒരു പരാതിയുമായി കളക്ടറേറ്റിലേക്ക് എത്തി മന്ത്രിമാരെ കണ്ട് ആ വാർത്താ സമ്മേളനം ഇപ്പോൾ തടസ്സപ്പെടുത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മന്ത്രിമാർ പറഞ്ഞിട്ടൊന്നും ആ യുവതി കൂട്ടാക്കുന്നില്ല. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.
ഒരു ചക്ക എന്തോ വീഴുന്ന വിഷയമാണ്. പക്ഷേ ഒരു നാട് മുഴുവൻ ഒരു ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ 14 ലക്ഷം രൂപ ഈ മരണമടഞ്ഞവർക്ക്, 2 ലക്ഷം രൂപ പരിക്കേറ്റവർക്ക് നൽകും. ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ വനിതാ പോലീസ് വന്ന് മാറ്റുന്നതിന് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാം. അവർ വാർത്താ സമ്മേളനത്തിൽ തടസ്സപ്പെടുത്തിയ യുവതിയെ അവിടെ നിന്ന് മാറ്റുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വാർത്താ സമ്മേളനം തടയുകയായിരുന്നു. മന്ത്രിമാർക്ക് മുന്നിൽ ചക്ക വീഴുന്നത് സംബന്ധിച്ചോ എന്തോ വീട്ടിലെ ഒരു പ്രശ്നം സംബന്ധിച്ച് ശ്രദ്ധയിൽ കിട്ടിയില്ലെന്നോ മറ്റോ ആണ് നമുക്ക് ബൈക്ക് അവരിലേക്ക് വെച്ചാൽ നന്നായിരിക്കും. ജേസൺ, പോലീസല്ലേ വന്നിരിക്കുന്നത്, അവർ സംസാരിക്കും, അവർ തീരുമാനമുണ്ടാക്കും. പോലീസല്ലേ വന്നിരിക്കുന്നത്, അവർ യുവതി മടങ്ങി. ഇനിയിപ്പോൾ വാർത്താ സമ്മേളനം അല്പസമയത്തിനുള്ളിൽ നടക്കും. ഏതായാലും ആ പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കും.